ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും ന്യൂവാൽസ് ലോ കോളേജിനും അടുത്തായി നിൽക്കുന്ന 4 ബെഡ്റൂമിന്റെ കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും ലോ കോളേജിലേക്ക് 1.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. വീടിന്റെ മുന്നിലായി 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടുവിരിച്ച റോഡിന് മുന്നിലായാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിൽ നമുക്ക് കാണാം. LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് തന്നെയാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഒരു കവേർഡ് കാർപോർച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന്റെ മുറ്റത്തായി കൊടുത്തിരിക്കുന്നത്. 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ ചുറ്റുഭാഗങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കാണുന്നത് വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം. വടക്ക് കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം. വാട്ടർ സോഴ്സിനായിട്ട് മെയിൻ കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും വീടിന്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കുമായാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് നമുക്ക് നേരെ കയറി ചെല്ലുന്നത് വിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. വലിപ്പമുള്ള 2 വിൻഡോയിൽ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ഈ ഒരു ലിവിംഗ് ഹാൾ നിർമ്മിച്ചിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഇവിടെ വീടിന്റെ നിർമ്മാണം. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. വീടിന്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഈ വീടിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഡൈനിങ് ഹാൾ തന്നെയാണ്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഏതൊരു വീട്ടിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരാവശ്യം നടന്നു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഏരിയ ഡൈനിങ് ഹാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീടിന് ആ ഒരു പ്രത്യേകത കൂടുതലായി ലഭിക്കുന്നുണ്ട്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഡൈനിങ് ഹാളിന്റെ നിർമ്മാണം. കിച്ചന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. ക്രോക്കറി ഷെൽഫുകളും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് കാണാം. ഇനി നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം. വിശാലമായൊരു കിച്ചണും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് കിച്ചന്റെ അകം നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഇവിടെയായി ഒരു ചിമ്മിനിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും കിച്ചണിലും അവൈലബിൾ ആണ്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. എങ്കിൽ പോലും ഇവിടെയാണ് ആ ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് വരിക. ഈ ബെഡ്റൂം ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ വുഡ് ആൻഡ് ഗ്രേ കളറിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാൻ എല്ലാം വരുന്നുണ്ട്. BLDC സീലിംഗ് ഫാനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെറ ബ്രാൻഡിന്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കോടുകൂടി വരുന്ന മനോഹരമായൊരു ബാത്റൂമാണ് ഇവിടെ ലഭിക്കുന്നത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 120ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാനെല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നല്ല മനോഹരമായി തന്നെയാണ് ഇവിടെ എല്ലാ ഭാഗവും ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല സ്പേസ് ലഭിക്കുന്ന രീതിയിലുള്ള വർക്കുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം.
സ്റ്റെയർ കേസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു മനോഹരമായൊരു വാഷ് കൗണ്ടർ നമുക്ക് കാണാം. ഒരു മോഡേൺ സ്റ്റൈലിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ജിയുടെ പൈപ്പും വുഡുമാണ് ഇവിടെ ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സ്റ്റെപ്പിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. കയറി വരുമ്പോൾ നല്ല വലിപ്പമുള്ള സ്റ്റെയർ കേസ് റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ഇവിടെയും മൊത്തത്തിലായി ചെയ്തിട്ടുണ്ട്. അവിടെ പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു ഹോള് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തായി ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. മുകളിലെ നിലയിൽ 2 വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഏകദേശം 165ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം തന്നെയാണ്. അതായത് 16 അടി നീളവും 12 അടി വീതിയും വരുന്ന സ്ക്വയർ ഫീറ്റാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാനും കബോർഡ് വർക്കെല്ലാം കൊടുത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ടൗണിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇനി ഈ ഒരു വീട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലാണ് വന്നെത്തി നിൽക്കുന്നത്. ഇത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും ന്യൂവാൽസ് ലോ കോളേജിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇൻഫോ പാർക്കിലേക്കും പെട്ടെന്ന് പോകാവുന്ന ഒരു ആക്സസ് ഉള്ള ഒരു ഏരിയയിൽ നിൽക്കുന്ന 4.5 സെൻറ്റിൽ 2060 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 84 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.